ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്ലവറിന്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഫ്ലവർ. ഇത് നമുക്ക് ഇതേപോലെ തന്നെ നൈലോൺ ബാൻഡിലും അതേപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അലിഗേറ്റർ ക്ലിപ്പിലും അതേപോലെ തന്നെ ഹെയർ ബോലൊക്കെ നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഓർഗൻസറ മെറ്റീരിയലിൽ നിന്ന് ഇതുപോലത്തെ റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റൗണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇതേപോലെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തിട്ട് അറ്റങ്ങളൊക്കെ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉരുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലൈറ്റർ കുറച്ച് അകലെ പിടിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉരുകി പോകും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു പീസ് ഇതുപോലെ എടുക്കുക, അതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേറൊരു പീസ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ബേസ്. ഇനി ഈ ഒരു ബേസിലാണ് നമ്മൾ ഓരോ പെറ്റൽസും ഉണ്ടാക്കിയിട്ട് വെച്ചെടുക്കാനായിട്ട് പോണത്. മാക്സിമം റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഓരോ പെറ്റൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസും ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡിൽ ഗ്ലൂ ചെയ്തിട്ടാണ് നമ്മൾ മടക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സെന്ററിലായിട്ട് ഗ്ലൂ ചെയ്യുക, എന്നിട്ട് ഈ ഒരു പീസ് ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പം തന്നെ ഇങ്ങോട്ടേക്കും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഫോൾഡിലും ആ ഒരു ഗ്ലൂ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഇതേപോലെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പീസും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇതേപോലെ കുറച്ച് പെറ്റൽസ് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ബേസിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണ്ട കേട്ടോ. അപ്പൊ ആ ഒരു ബേസിൽ അതിന്റെ ഒരേ ലെവലിൽ വേണം നമ്മളുടെ ഈ ഒരു പെറ്റലിന്റെ ആ ഒരു അരികുവശങ്ങളൊക്കെ വരാനായിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു സെന്ററിൽ ഗ്ലൂ ചെയ്തിട്ട് ഒരു പെറ്റൽ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് നമ്മൾ ഒന്ന് അമർത്തി കൊടുക്കുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് നമ്മൾ അടി വെച്ചിട്ടുള്ള ആ ഒരു ബേസിൽ അതിന്റെ ഒപ്പത്തിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി അടുത്ത പെറ്റൽ കണ്ടില്ലേ, അതിന് തൊട്ടിപ്പുറത്തായിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിൽ ഇതേപോലെ ഓരോരോ പെറ്റൽസ് ആയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ. അതിന്റെ ചുറ്റിലും നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കണം. അപ്പൊ ഒരു 3 പെറ്റൽസ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി 2 പീസും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലാവണ വരെ ഓരോ പെറ്റൽസും വെച്ചുകൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റൗണ്ട് കറക്റ്റ് കിട്ടണമെങ്കിൽ ഞാനിപ്പോ ഇത് കത്രിക വെച്ചിട്ട് വെട്ടിയിട്ട് ലൈറ്റർ കൊണ്ട് ഉരുക്കി കൊടുത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഉരുക്കേണ്ട ആവശ്യമൊന്നും വരില്ല, കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടിക്കണം. നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഓരോ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, ഇപ്പൊ വിരൽ വെച്ച് കാണിച്ചില്ലേ, ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓരോ പെറ്റൽസും ഇതേപോലെ വെച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെ ഓരോ പെറ്റൽസും ഓരോരോ ഗ്യാപ്പുകളിലായിട്ട് വെച്ചുകൊടുക്കാം. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ലായി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഓർഗൻസയ്ക്ക് പകരമായിട്ട് നെറ്റിന്റെ ഫാബ്രിക് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നെറ്റ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പീസിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പെറ്റലിന്റെ ആ ഒരു അറ്റത്തായിട്ട് ഗ്ലൂ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫ്ലവറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്യാം. എന്നിട്ട് മറ്റേ പെറ്റൽസിനൊക്കെ അതുപോലെ അകത്തി വെച്ചെടുത്തിട്ട് വേണമെന്ന് ഉള്ളിലേക്ക് വെച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് സെന്ററിൽ തന്നെ ആയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമ്മുടെ ഒരു ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ഓർഗൻസ മെറ്റീരിയൽ ആയത് കാരണം തന്നെ നല്ലതുപോലെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലവർ. ഈ ഒരു ഫ്ലവർ നൈലോൺ ബാൻഡിലും അതേപോലെ തന്നെ ഹെയർ ബോലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.